മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിച്ചു വരികയാണ്. ഇന്ന് തൃശൂർ മണ്ഡലത്തിലായിരുന്നു മുഖ്യമന്ത്രി പ്രധാനമായും അദ്ദേഹത്തിന്റെ പൊതുയോഗങ്ങൾ ഉണ്ടായിരുന്നത്. മരീച്ച വേഷത്തിൽ വന്ന കേരളത്തെ മോഹിപ്പിച്ചു കളയാമെന്ന BJPയും നരേന്ദ്രമോദിയും കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രധാനമന്ത്രി പറയുന്നത് ശരിയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്നും നവകേരളത്തിനായി കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ചെയ്തോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. ഇതുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ തൃശൂരിൽ നിന്നും തിയോഫിൽ നൽകും. തിയോഫിലേക്ക് കീർത്തി, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ 3 തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. ഇരിങ്ങാലക്കുട, തൃശൂർ, ഗുരുവായൂർ നിയമസഭാ മണ്ഡലങ്ങളിലായിരുന്നു ഇന്ന് യോഗങ്ങൾ നടന്നത്. ഉച്ച കഴിഞ്ഞ 3 മണിയോടുകൂടി ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിലെ യോഗം ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനിയിലാണ് നടന്നത്. 4 മണിയോടുകൂടി മുഖ്യമന്ത്രി അവിടെ എത്തി. നിരവധി കാര്യങ്ങൾ മുഖ്യമന്ത്രി സംസാരിച്ചു. ഒരു കാര്യം അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞത്, മാരീജന്മാരായി വേഷം മാറി വന്നാലും ഒരാളെയും അല്ലെങ്കിൽ തിരിച്ചറിയാൻ കേരളത്തിന് കഴിയും, അങ്ങനെ കേരളത്തിലെ ജനതയെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന സൂചനയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ വികസനം കൊണ്ടുവരും എന്ന് പറയുന്ന പ്രധാനമന്ത്രി കേരളത്തിൻ്റെ എല്ലാ വികസനത്തിനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളത്തിന് വേണ്ട സഹായങ്ങൾ പോലും തടഞ്ഞു വെച്ച വ്യക്തികളാണ്. കേരളം ദുരന്തം അനുഭവിച്ചപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതെ, കേരളത്തിന് ലഭിക്കേണ്ട സഹായങ്ങൾ പോലും ലഭ്യമാക്കാതെ കേരളത്തിനെതിരെ നിന്നവരാണ് ഇപ്പോൾ വികസനം കൊണ്ടുവരുമെന്ന് പറയുന്നത്. ഈ വികസനം കൊണ്ടുവരും എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് പോലെയാണോ വികസനം കൊണ്ടുവരിക എന്ന ചോദ്യവും അദ്ദേഹം ഉന്നയിച്ചു. എന്തായാലും വളരെ ശക്തമായ നിലപാടാണ് അദ്ദേഹം BJPയുടെ അല്ലെങ്കിൽ കേരളത്തിനെതിരെയുള്ള RSSന്റെ BJPയുടെ സമീപനത്തിനെതിരെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതിനുശേഷം തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ചു. ഏറ്റവും ഒടുവിൽ ചാവക്കാട് നടന്ന ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇവിടെയും ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം BJPക്കെതിരെ പ്രതിഷേധം ഉന്നയിച്ചു. കേരളത്തെ പ്രതിസന്ധിയിലാക്കാൻ, കേരളത്തെ ഞെരുക്കാൻ BJP നടത്തിയ ശ്രമങ്ങൾ ഏതെല്ലാം ഘട്ടങ്ങളിൽ കേരളത്തിനെതിരെ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരും BJPയും നിലപാടെടുത്തു എന്നതും, അതോടൊപ്പം തന്നെ കോൺഗ്രസ് MPമാരുടെ ഇവിടെ നിന്ന് ജയിച്ചുപോയ 18 കോൺഗ്രസ് MPമാർ കേരളത്തിന് വേണ്ടി ശബ്ദിച്ചില്ല എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരിക്കലും ഈ UDF MPമാരോ സംസ്ഥാന സർക്കാരിന് വേണ്ടി, കേരളത്തിന് വേണ്ടി സംസാരിച്ചില്ല. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ തുറന്നു തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ തൃശ്ശൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു ഘട്ടം കൂടി മുന്നോട്ട് പോവുകയാണ്. ഈ പ്രചാരണത്തിന് വലിയ ഊർജ്ജം പകരുന്നതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രചാരണ യോഗങ്ങളും.